ഹലോ, വെൽക്കം ടു ബ്ലൂ ലൈൻസ് നീറ്റ് ക്രാഷ് 2026. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ നീറ്റ് ക്രാഷ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. സോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ. സോ നമ്മൾ ഡെയിലി റുട്ടീൻ എന്ന രീതിയിലാണ് നമ്മുടെ ക്രാഷ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ കാണേണ്ടത്, രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡെയിലി റുട്ടീൻ, ദാറ്റ് ഈസ് മൈ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് ഡേ 1. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് എല്ലാ രീതിയിലും പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേണിൽ തന്നെ പോകാനും നല്ല രീതിയിൽ നിങ്ങൾക്ക് നീറ്റിന് സ്കോർ ചെയ്യാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ, മോർണിംഗ് റുട്ടീൻ. നമ്മുടെ ഡെയിലി റുട്ടീനെ 2 റുട്ടീനായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് മോർണിംഗ് റുട്ടീനും മറ്റൊന്ന് ഈവനിങ് റുട്ടീനുമാണ്. സോ മോർണിംഗ് റുട്ടീൻ രാവിലെ നമുക്ക് 6 o'clock സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രാവിലെ എണീക്കുന്നവരാണെങ്കിൽ 6 o'clock എണീക്കുക, വേക്കപ്പ് പ്ലസ് ഫ്രഷൻ അപ്പ് ടൈമാണ്. അതിനുശേഷം നമ്മുടെ രാവിലത്തെ ലൈവാണ്. നമുക്ക് രാവിലെ 2 ലൈവും ഈവനിങ് 2 ലൈവും ആയിരിക്കും ഉണ്ടാവുക. സോ രാവിലത്തെ ലൈവിലേക്കുള്ള റെക്കോർഡ് ക്ലാസ്സസ്, അതിന് മുമ്പായിട്ട് നിങ്ങൾ കാണേണ്ട റെക്കോർഡ് ക്ലാസ് കാണാനുള്ള സമയമാണ് ഫ്രം 6:30 to 8:30. സോ ആ സമയം നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് കാണും. വളരെ ഷോർട്ട് ഡ്യൂറേഷൻസ് ഉള്ള റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ടൈം ഗ്യാപ്പിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്. അതിനുശേഷം നമ്മൾ രാവിലെ 9 മണിക്ക് നമ്മുടെ ഫസ്റ്റ് ലൈവ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ലൈവിൽ നമ്മൾ ഡേ 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും ആണ് മോർണിംഗ് റുട്ടീനിൽ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ രാവിലത്തെ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഡെയിലി നീറ്റ് ഡ്രിൽ എന്ന് പറഞ്ഞ ഒരു പേര് കാണാം. അത് ആക്ച്വലി നമ്മുടെ ഡെയിലി എക്സാം ആണ്. നമ്മൾ ഈ പഠിച്ച 2 കൺസെപ്റ്റിൽ നിന്നുള്ള ഒരു ഡെയിലി ക്വിസ് മോഡലുള്ള ഒരു പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം ദാറ്റ് ഈസ് ആഫ്റ്റർ 12 o'clock നിങ്ങൾക്ക് എക്സ്ട്രാ റെക്കോർഡ് ക്ലാസ്സിൻ്റെ കൂടെ തന്നിട്ടുള്ള MCQസും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ രാവിലെ ഈ ഒരു 6:30 തൊട്ട് ഒരു ഉച്ച വരെയുള്ള ഒരു ടൈം നിങ്ങളുടെ മോർണിംഗ് റുട്ടീനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആ പഠിക്കുന്ന 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്ത് പഠിച്ച് റിവൈസ് ചെയ്ത് വെക്കും. ഇതിന് ശേഷമാണ് നമ്മുടെ ഈവനിങ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് സമയമുണ്ട്. സോ ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് നമ്മുടെ ഈവനിങ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഈവനിങ് റുട്ടീൻ സ്റ്റാർട്ട്സ് അറ്റ് 3 o'clock. സോ 3 o'clock തൊട്ട് 5:30 വരെ നമ്മുടെ കെമിസ്ട്രീൻ്റെയും സുവോളജീൻ്റെയും 45 minutes ലെങ്ത് ഉള്ള റെക്കോർഡ് ക്ലാസ്സസ് കാണാനുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സസ് കാണുക. അതിനുശേഷം നമ്മൾ ലൈവിലേക്ക് പോവുകയാണ്. കെമിസ്ട്രി സുവോളജി നമ്മുടെ ലൈവ് ടൈം വരുന്നത് 7 o'clock 7 o'clock to 9 PM ആണ്. നോക്കുക, ലൈവ് 2 വിച്ച് ഇസ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതേപോലെ ആനിമൽ കിങ്ഡത്തിന്റെ ഫസ്റ്റ് സെക്ഷൻ, നമ്മൾ 2 സെക്ഷൻസ് ആയിട്ടാണ് ആനിമൽ കിങ്ഡം പഠിക്കുക. അതിനുശേഷം ആ 2 ടോപ്പിക്കിൽ നിന്നുള്ള ഡെയിലി നീറ്റ് എക്സാം. ഒരു ദിവസം നിങ്ങൾക്ക് 2 ഡെയിലി എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക, ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ റിവിഷൻ പ്ലസ് MCQ പ്രാക്ടീസ്, അതായത് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫിസിക്സിലും ബോട്ടണിലും ചെയ്ത പോലെ തന്നെ കെമിസ്ട്രിയിലും സുവോളജിയിലും നിങ്ങൾ ചെയ്യുന്നു. ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും. സോ ആഫ്റ്റർ 11 o'clock നമുക്ക് ലോ സ്ക്രീൻ ടൈം ആയിരിക്കണം. പിന്നെ നമ്മൾ സ്ക്രീൻ നോക്കാൻ പാടില്ല. അതിനുശേഷം ലോ ലൈറ്റ് വെക്കുക, ഉറങ്ങുക. ഇതാണ് നമ്മുടെ ഡെയിലി റുട്ടീൻ. ഇതിപ്പോൾ ഡേ 1 മാത്രമല്ല, എല്ലാ ഡേയ്സിലും നമ്മൾ ഈ റുട്ടീനാണ് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഈ ഡെയിലി റുട്ടീനിൽ നമ്മളിപ്പോൾ ഒരു 3 ഡേ കഴിയുമ്പം നമുക്കൊരു കൺസെപ്റ്റ് ഫ്ലിപ്പ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ കൺസെപ്റ്റ് ഫ്ലിപ്പ് ടെസ്റ്റും നമ്മളെ രീതി എങ്ങനെയാണെന്നൊക്കെ നിങ്ങളെ അറിയിക്കും. അതേപോലെ തന്നെ ഓരോ സെഗ്മെന്റ്സ് കഴിഞ്ഞ് നമുക്ക് മോക്ക് എക്സാംസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഈ ഡേയ്സ് അടക്കുന്ന ഒരു 22 മോഡ്യൂൾസ് ആണ് നമ്മൾ മന്ത്ലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മുടെ എല്ലാ എൻറ്റയർ നീറ്റ് സിലബസും ഒരു 22 ഡേയ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പ്ലാൻ. ആ 22 ഡേയ്സിന് ശേഷം ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മോക്ക് എക്സാംസും അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ പോവുക. അതുകൊണ്ട് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സിംഗിൾ സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ സമയത്തെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് എക്സ്പോസ്ഡ് ആവാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയുള്ള നമ്മുടെ ഇപ്പോൾ ഒരു മന്ത്ലി റുട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഡേ കണ്ട പോലെ മൊത്തത്തിൽ ഒരു 22 ഡേയ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതിന് കൃത്യമായ ടൈം ടേബിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡേ 1 പഠിക്കുന്ന ചാപ്റ്റേഴ്സ് മൊഡ്യൂൾ 1 ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ബേസിക് കൺസെപ്റ്റ്സ്, ആനിമൽ കിങ്ഡത്തിന്റെ ഫസ്റ്റ് ഭാഗം. അടുത്ത ഡേ 2 എത്തുമ്പോൾ ഇതേ റുട്ടീനിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന 1 dimensional മോഷൻ, പ്ലാൻ കിങ്ഡം 1, സ്ട്രക്ചർ ഓഫ് ആറ്റം, പിന്നെ ആനിമൽ കിങ്ഡത്തിന്റെ സെക്കൻഡ് പാർട്ട് ലിവിംഗ് വേൾഡ്. ഇത്രയാണ് നിങ്ങൾ സെക്കൻഡ് ഡേയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് MCQs സോൾവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ തേർഡ് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി 2 dimensional മോഷനിലേക്ക് എത്തും. ഫിസിക്സ്, പ്ലാൻ കിങ്ഡത്തിന്റെ ബാക്കി പഠിക്കും, ബോട്ടണി, ക്ലാസിഫിക്കേഷൻ, പീരിയോഡിസിറ്റി, കെമിസ്ട്രി പഠിക്കും, ഫൈനലി സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പഠിക്കും. അടുത്ത മൊഡ്യൂൾ 4. ഇങ്ങനെയുള്ള 22 മോഡ്യൂൾസിലൂടെയാണ് നിങ്ങൾ എൻറ്റയർ നീറ്റും പഠിക്കുക. അപ്പം ഇനി നമുക്ക് എവിടെയൊക്കെയാണ് നിങ്ങളുടെ ലൈവ് സെഷൻസ്, എക്സാംസ് എവിടെയൊക്കെ എഴുതണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ. താങ്ക് യു സോ മച്ച്.